ആലപ്പുഴ കാട്ടൂരിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 3 അധ്യാപകർക്ക് സസ്പെൻഷനായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് അധ്യാപകരുടെ മൊഴിയെടുക്കും. വിശദമായ അന്വേഷണത്തിന് SP ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിക്കുന്നു. 13-കാരൻ AM പ്രജിത്ത് ഈ മാസം 15-ാം തീയതിയാണ് തൂങ്ങി മരിച്ചത്. കായിക അധ്യാപകന്റെ ശിക്ഷാ നടപടിയിൽ മനംനൊന്താണ് മരണമെന്നാണ് ആരോപണം. മനീഷ് മഹിബാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ 3 അധ്യാപകർക്കാണ്, പ്രധാനമായും PT അധ്യാപകൻ, ക്ലാസ് ടീച്ചർ അടക്കം 3 പേർക്കാണ് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. അന്വേഷണം നടത്തി കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയ ശേഷം മാത്രം ജോലിക്ക് വന്നാൽ മതി എന്ന ഇതാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെയും CWCയുടെയും ബാലാവകാശ കമ്മീഷൻ്റെ ഒക്കെ തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 7 വിദ്യാർത്ഥികളുടെ മൊഴി ഇന്നലെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ജലജ ചന്ദ്രൻ, ഒപ്പം തന്നെ CWC ചെയർപേഴ്സൺ വസന്തകുമാരി അടക്കമുള്ള ആളുകൾ 13 വയസ്സുകാരൻ പ്രജിത്തിൻ്റെ വീട്ടിലെത്തി വീട്ടുകാരെ സന്ദർശിച്ചിരുന്നു. ഇന്ന് ഈ അധ്യാപകരെ, അതായത് ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകരെ ഇന്ന് CWC ആസ്ഥാനത്തെത്തി മൊഴിയെടുക്കാൻ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് അവർ എത്തേണ്ടതാണ്. കഴിഞ്ഞ 15-നാണ്, അതായത് കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് യൂണിഫോമിൽ ഇട്ടുകൊണ്ട് തന്നെ വിദ്യാർത്ഥി 13 വയസ്സുകാരൻ പ്രജിത്ത് വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ഇതിൽ ബന്ധുക്കളും മറ്റ് ആളുകളും സഹപാഠികളും ഒക്കെ തന്നെ കാരണമായി പറയുന്നത്, അന്ന് 7ാമത്തെ പീരീഡിൽ താമസിച്ചെത്തിയ പ്രജിത്തും മറ്റൊരു കൂട്ടുകാരനെയും നിസ്സാര കാര്യത്തിന് PT അധ്യാപകനും ക്ലാസ് ടീച്ചറും ക്രൂരമായി ഇവരെ ശകാരിച്ചു. ഒപ്പം തന്നെ ചൂരൽ കൊണ്ട് പിന്നാമ്പുറത്ത് അടിച്ചു. ഒപ്പം തന്നെ പ്രജിത്തിനെ മാത്രം ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തി വസ്ത്രങ്ങൾ അഴിച്ച് ദേഹപരിശോധന നടത്തി. മനം നൊന്താണ് പ്രജിത്ത് ആത്മഹത്യ ചെയ്തത് എന്നൊരു കാര്യമാണ് നിലവിൽ ബന്ധുക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് നേരത്തെ സ്കൂളിലോട്ടൊക്കെ തന്നെ റോഡ് ഉപരോധിക്കലടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നിരുന്നു. ഇത് സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം ഇവരുടെ ഭാഗത്തുണ്ടെങ്കിൽ പ്രേരണാ കുറ്റമടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടക്കും എന്നൊരു കാര്യമാണ്. എന്താണ്, വിസിറ്റേഷൻ സഭ അംഗങ്ങളോട് കൂടി ഈ ഒരു രൂപതയുടെ കീഴിലുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ വിസിറ്റേഷൻ സഭാംഗങ്ങളോട് കൂടി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ആരായുന്നുണ്ട്. ഈ സമയത്ത് സ്കൂളിലെ പ്രിൻസിപ്പൽ ആശുപത്രിയിലായിരുന്നു, സ്കൂളിലെ പ്രിൻസിപ്പൽ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള വിശദീകരണം നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ എന്താണ് കൃത്യമായി സംഭവിച്ചത്, കുട്ടിയെ ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ വസ്ത്രങ്ങൾ അഴിച്ചുള്ള പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇതിൽ സഹപാഠികൾ നേരത്തെ തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി, മറ്റൊരു ക്ലാസ് റൂമിൽ എത്തിച്ച് ആത്മഹത്യ ചെയ്ത 13 വയസ്സുകാരനെ അവിടേക്ക് എത്തിക്കുമ്പോൾ ചൂരൽ കൊണ്ട് അടിക്കുന്ന ശബ്ദം പോലും മറ്റൊരു ക്ലാസ്സിൽ നിന്ന് കേൾക്കുമായിരുന്നു. അതിനുശേഷം വൈകിട്ട് സ്കൂളിൽ നിന്ന് സൈക്കിളിൽ വീട്ടിലേക്ക് പോയ പ്രജിത്ത് അന്ന് വൈകിട്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ. മെർലിൻ ജോൺസൺ ചോദിക്കുന്നു, വെനീസ് റിപ്പീറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഒരു കോടി. ഇന്നലെ സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് ഒരു കോടിയുടെ റിപ്പീറ്റ് പുനഃസംപ്രേഷണം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ കാണാം.